പാഠം 417 വെളുക്കാൻ തേച്ചത്. എനിക്ക് ഇറങ്ങാനുള്ള നേരായി. കഷ്ടം. എല്ലാ ദിവസവും രാവിലെ 9:47 എനിക്ക് ഇറങ്ങാനുള്ളതെന്ന് അവൾക്കറിയാം. ഭക്ഷണം പാത്രത്തിലാക്കണമെങ്കിൽ അതുവരെ കാത്തിരിക്കും. ഞാൻ വന്നല്ലോ. എല്ലാ ദിവസവും ഈ ചോറ്റുപാത്രം കൊണ്ടുവരുന്ന നീയല്ലേ? അപ്പൊ ഞാൻ ഭാമേ എന്ന് വിളിക്കുന്നതിന് മുമ്പ് കൊണ്ടുവന്നാൽ എന്താ? അടുക്കള 100 കൂട്ടം പണി കിടക്കല്ലേ മോഹനേട്ടാ. അതിനിടയ്ക്ക് ചിലപ്പോ 1-2 മിനിറ്റ് ഒക്കെ വൈകിന്നിരിക്കില്ലേ? നിനക്ക് എല്ലാറ്റിനും പറയാൻ ഒരു ന്യായമുണ്ട്. പക്ഷേ ഞാൻ ഒരു ഉത്തരവാദിത്തമുള്ള സർക്കാർ ഉദ്യോഗസ്ഥനാണ്. എനിക്ക് ആഫീസിൽ ചെല്ലാനും വീട്ടിലേക്ക് വരാനും ഒക്കെ ഒരു സമയമുണ്ട്. ആ സമയം ഞാൻ അനുസരിച്ചേ പറ്റൂ. മോഹനേട്ടന്റെ വർത്താനം കേട്ടിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള ഒരേ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് മോഹനേട്ടൻ എന്ന് തോന്നും. മോഹനേട്ടാ, നമ്മുടെ നാട്ടിലെ സർക്കാർ ജോലിക്കാരിൽ 80% പേരും വൈകി ആഫീസിലെത്തി നേരത്തെ പോരുന്ന ആളുകളാണ്. മോഹനേട്ടൻ ഒരാളെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകം അങ്ങ് നന്നാക്കി കളയുമെന്ന് കരുതിയേക്കല്ലേ. പക്ഷേ ബാക്കി സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കുള്ള വിലയല്ല മോഹനേട്ടന് ഈ നാട്ടിലുള്ളത്. എല്ലാവർക്കും എന്നെ വളരെ വലിയ ബഹുമാനമാണ്. എന്തുകൊണ്ടാണ്? ഞാൻ കൃത്യനിഷ്ഠയുള്ള സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ്. നിനക്കറിയാമോ ഭാവേ, പലചരക്കടയിലെ മാധവൻകുട്ടി കഴിഞ്ഞ ദിവസം പറയുക, ഞാൻ ആഫീസിൽ പോകുന്ന നേരം നോക്കിയാണ് അവന്റെ ക്ലോക്ക് ശരിയാക്കുന്നത് എന്ന്. മാധവൻകുട്ടിക്ക് എന്തെങ്കിലും കാര്യസാധ്യത ഉണ്ടായിരിക്കും. അതുകൊണ്ട് അയാൾ മോഹന ഡ്രസ് ആപ്പിട്ടു. ഒരിക്കലുമല്ല. എന്ത്? നമ്മുടെ നാട്ടിലെ അമ്മമാർ കുട്ടികളോട് പറയുന്നത്, ആ മോഹനകൃഷ്ണൻ സാറിന്റെ കൃത്യനിഷ്ഠ കണ്ട് പഠിക്കൂ, ആ മോഹനകൃഷ്ണൻ സാറിന്റെ കൃത്യനിഷ്ഠ കണ്ട് പഠിക്കൂ എന്നാണ്. നമ്മുടെ നാട്ടിൽ സമൂഹത്തിൽ എന്നെ പോലെ വിലയുള്ള വേറെ ആരുണ്ട്? സമൂഹത്തിൽ മോഹനേട്ടന് അത്ര വലിയ വിലയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. എനിക്ക് തോന്നില്ല. കാരണം നിന്നെ പോലൊരു വക്കോലിന് എത്ര ശ്രമിച്ചാലും എന്നെ പോലൊരു ജനസമ്മതനാകാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? നീ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ഒക്കെ കേസ് വായിച്ച് നടക്കുന്ന ഒരു വക്കോല്. ഞാൻ പൊതുനന്മയ്ക്കായി അഹോരാത്രം അധ്വാനിക്കുന്ന ഒരു വില്ലേജ് ഓഫീസർ. ആ വ്യത്യാസമുണ്ട് നമ്മൾ തമ്മിൽ. ഇറങ്ങുന്നു. നമസ്കാരം. ഞാൻ സാറിനെ ഒന്ന് കാണാൻ വേണ്ടിയിരിക്കുകയായിരുന്നു. എന്താ ഗോവിന്ദ കാര്യം? സാറേ, ഞാൻ ആ മൃഗാശുപത്രിയുടെ പുറകിലുള്ള 8 സെന്റ് ഭൂമി വാങ്ങിയിരുന്നല്ലോ. അത് പോക്ക് ചെയ്തെന്നാണല്ലോ. അതെ, ആ സ്ഥലത്തൊരു വീട് വെക്കാനാ എന്റെ പരിപാടി. വീട് വെക്കണമെങ്കിൽ ലോൺ എടുക്കണം. ഇന്നലെ കൃഷ്ണൻകുട്ടിയുടെ ചായക്കട വെച്ച് സ്റ്റേറ്റ് ബാങ്കിലെ പ്രഭാകരൻ സാറിനെ കണ്ടപ്പോഴാ ലോൺ തരാം, അതിന്റെ കടലാസ കൊണ്ടുവരാൻ പറഞ്ഞത്. ചുരുക്കത്തിൽ ഗോവിന്ദന് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടണം. അതെ സാർ. ഞാൻ ലോണിന്റെ കാര്യം പറഞ്ഞപ്പോ പ്രഭാകരൻ സാർ പറയുക, ബാക്കി പേപ്പറൊക്കെ ശരിയാകാൻ ഇനി താമസിച്ചാലും വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടാനുള്ളതൊക്കെ കൃത്യസമയത്ത് കിട്ടും. മോഹനകൃഷ്ണ സാറല്ലേ വില്ലേജ് ഓഫീസർ എന്ന്. സാറിനെ പറ്റി പ്രഭാകരൻ സാറിന് വലിയ അഭിപ്രായ ആയിരിക്കുമല്ലോ. പിന്നെ ഗോവിന്ദ സാർ ഇവിടെ വരൂ. ഇവനെ എന്താ സാർ? കയ്യില് മൊബൈൽ ഫോൺ ഉണ്ടോ? ഉണ്ട്. എടുക്ക. ഞാൻ പറയുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിക്കും. 0486 22 61 530. ഇതാരുടെ നമ്പർ സാറേ? ഗോവിന്ദൻ വിളിക്ക്. ആ സാറേ, ബെല്ലുണ്ട്. ഇതാ. ഹലോ ഭാമേ, ഞാനാണ്. മോഹനേട്ടൻ എവിടുന്നാ ഇത്ര അവിടെ ഓഫീസിലെത്തിയോ? ഞാൻ ഓഫീസിൽ നിന്നല്ല, വഴിയിൽ നിന്ന്. വഴിയെന്നാ? നമ്മുടെ മറ്റേ ഗോവിന്ദനെ വഴിയിൽ വെച്ച് കണ്ടു. പുള്ളിക്കാരന്റെ ഫോണിനാ വിളിക്കുന്നത്. എന്താ മോനേട്ടാ? ഞാൻ ഗോവിന്ദന് കൊടുക്കാം. സംസാരിക്കാം. എന്ത് സംസാരിക്കാൻ? ഇപ്പൊ ഗോവിന്ദൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭാമയോട് സംസാരിക്കാം. ഹലോ. ഹലോ വക്കീലെ, ഞാൻ ഗോവിന്ദനാ. എന്താ ഗോവിന്ദ? ഇന്നലെ കൃഷ്ണൻകുട്ടിയുടെ ചായക്കട വെച്ച് സ്റ്റേറ്റ് ബാങ്കിലെ പ്രഭാകരൻ സാറ് പറയാ, മോഹനകൃഷ്ണ സാറ് ഒരു സത്യസന്ധനായ വില്ലേജ് ഓഫീസർ ആണെന്ന്. പ്രഭാകരൻ സാറിന്റെ അനുഭവത്തിൽ ഇത്രയും സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ കണ്ടിട്ടേ ഇല്ലാന്ന്.
അതുകൊണ്ട് എന്താ? അല്ല, ഞാനത് പറഞ്ഞപ്പോ മോഹനകൃഷ്ണ സാറ് പറയാ ഈ കാര്യങ്ങളെല്ലാം വക്കീലിനോടൊന്ന് പറയാൻ. ഹലോ, നീ കേട്ടല്ലോ ഈ നാട്ടിൽ എനിക്കുള്ള നിലയും വില എന്താണെന്ന്. എന്നെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞത് ചെറിയ ആളല്ല, സ്റ്റേറ്റ് ബാങ്കിലെ പ്രഭാകരൻ സാറാ. മനസ്സിലായോ? മോഹനേട്ടാ, റോഡിൽ നിന്ന് ചവിട്ട് നാടകം കളിക്കാതെ ആഫീസിൽ പോകാൻ നോക്കിയാട്ടെ. ആ, മണി 9:55. അയ്യോ, ശരി ആണച്ചോ. സാറേ, കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യം സാറൊന്നും പറഞ്ഞില്ല. വില്ലേജ് ഓഫീസർ വഴി തടഞ്ഞെത്തി ചോദിക്കുമ്പോ എടുത്തു തരാൻ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഈ ബാഗിനകത്ത് കൊണ്ട് അടക്കാല്ല. ഞാൻ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ വില്ലേജ് ഓഫീസിൽ വന്ന് അപേക്ഷ തരണം. ആധാരത്തിന്റെ അസലും പകർപ്പും കരമടച്ച രസീതും വേണം. മനസ്സിലായോ? വഴിയിൽ വെച്ചാണോ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത്? അഹങ്കാരി. ഒന്നും പറയാതിരിക്കുക കാഞ്ചന സാറേ നല്ലത്. ഒരു അത്യാവശ്യം വന്നതുകൊണ്ട് ആ ലോനപ്പനോട് ഇത്തിരി കാശ് ചോദിച്ച്. അവനാണെങ്കിൽ എന്നും ഇല്ലാത്ത വ്യവസ്ഥകളാ. എന്ത് വ്യവസ്ഥ? ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോട് 10,000 രൂപ വായ്പ തരാൻ പേടിക്കേണ്ട കാര്യം എന്താ? പക്ഷെ അവൻ തരില്ല. അവൻ പറയാ ഇക്കാലത്ത് ആർക്കും കാശ് വായ്പ കൊടുത്താൽ ശരിയാകില്ല, ഉറപ്പ് വേണമെന്ന്. നാട്ടിലെ ബ്ലേഡുകാരുടെ പുറകെ മുഴുവൻ പോലീസ് കൂടിയിരിക്കല്ലേ ശിശുപാലൻ ചേട്ടാ, അതുകൊണ്ടായിരിക്കും. ആയിരിക്കും. പക്ഷേ നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വരുമ്പോ ബാങ്കിൽ പോയി കാശ് ചോദിക്കാൻ പറ്റൂ? ചോദിച്ചാൽ തന്നെ അവർ തരുമോ? ലോനപ്പനെ പോലുള്ള ബ്ലേഡുകാരാകുമ്പോ എപ്പോഴും കാശ് കൈ കാണും. എന്തൊക്കെയാ ലോലപ്പന്റെ വ്യവസ്ഥകള്? ഒപ്പിട്ട ചെക്ക്, ഒപ്പിട്ട മുദ്രപത്രം, അത് രണ്ടും കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴവൻ പറയാ വിശ്വാസമുള്ള ഒരു മൂന്നാമൻ വേണമെന്ന്. അയൽവക്കത്തുള്ള വിശ്വംഭരൻ ജാമ്യം നിൽക്കാന്ന് പറഞ്ഞതാ. പക്ഷെ ലോനപ്പന് വിശ്വംഭരന്റെ ഉറപ്പ് പോരാ, അവന് മോഹനേശ്വർ സാറിന്റെ ഉറപ്പ് തന്നെ കിട്ടണം. നന്നായി. കാശ് കടം വാങ്ങാൻ മോഹനേശ്വർ സാറിന്റെ ജാമ്യം വേണം. നടന്നത് തന്നെ. എന്തായാലും സാറിങ്ങി വരട്ടെ, ഞാനൊന്ന് ചോദിച്ചു നോക്കാം. അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോ ഞാൻ കൊടുക്കാമല്ലോ. സാറ് ജാമ്യം നിന്ന ഇന്ന് വൈകുന്നേരം പൈസ റെഡിയാ. ഞാനൊരു ചായ കുടിക്കാൻ പോവാ. കാഞ്ചന സാറിന് ചായ വേണം? എനിക്ക് വേണ്ട. സാറെത്തിയല്ലോ. നമസ്കാരം സാർ. നമസ്കാരം. എങ്ങോട്ടാ? ഒരു ചായ കുടിച്ചിട്ട് വരാന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. പെട്ടെന്ന് വേണം. ഓ സാർ, എനിക്ക് സാറിൻ്റെ ഒരു സഹായം വേണമായിരുന്നു. അടുത്ത മാസം ഇളയ അളിയൻ്റെ കല്യാണമാണ്. അവൻ കുറച്ച് പൈസ കടം ചോദിച്ചു. എൻ്റെ കയ്യിൽ അങ്ങനെ കൊടുക്കാൻ കാശില്ലല്ലോ. അളിയൻ്റെ കാര്യം അതിൻ്റെ തള്ളിക്കളയാനും പറ്റില്ല. പെബ്ബർന്നൊരു വഴക്കുണ്ടാക്കും. ഒരു 10,000 രൂപ വേണമായിരുന്നു. ഞാൻ ആർക്കും പണം കടം കൊടുക്കാറില്ല. വേണ്ട, നമ്മുടെ പലിശക്കാരൻ ലോനപ്പൻ്റെ കയ്യിൽ കാശുണ്ട്. ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അവൻ പറയാ കാശ് തരാം, പക്ഷെ വിശ്വാസമുള്ള ജാമ്യക്കാരനെ കിട്ടണമെന്ന്. സാറ് ഒരു വാക്ക് ലോനപ്പനോട് പറഞ്ഞാൽ ലോനപ്പൻ കാശ് തരും. അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ തിരിച്ചു കൊടുക്കാം. അത് മാത്രം സാറ് പറഞ്ഞാൽ മതി. ഞാൻ അങ്ങനെ ആർക്കും ജാമ്യം നിൽക്കാറുമില്ല. അത് ശിശുപാലൻ അറിയാലോ. അറിയാം സാർ. പക്ഷേ ശിശുപാലൻ പെട്ടെന്ന് ചായ കുടിച്ചിട്ട് വാ. ചെല്ല്. വെറുതെ ചോദിച്ച ആവശ്യമില്ലാത്ത കാര്യമായിരുന്നു. നമ്മുടെ നാട്ടിൽ സമൂഹത്തിൽ എന്നെ പോലെ വിലയുള്ള വേറെ ആരുണ്ട്? സമൂഹത്തിൽ മോഹനേട്ടന് അത്ര വലിയ വിലയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. എനിക്ക് തോന്നില്ല. കാരണം നിന്നെ പോലൊരു വക്കോലിന് എത്ര ശ്രമിച്ചാലും എന്നെ പോലൊരു ജനസമ്മതനാകാൻ കഴിയില്ല. ശിശുപാല, ഒന്ന് വരൂ. കാഞ്ചനെ, സ്വയം പ്രഭ എവിടെ? രാവിലെ വീട്ടിലെന്തോ അത്യാവശ്യമുണ്ട്, അതുകൊണ്ട് കുറച്ച് താമസിക്കാന്ന് പറഞ്ഞു. ഓഹോ, നിങ്ങളുടെയൊക്കെ തിരക്ക് കഴിഞ്ഞ് വരാനുള്ള സ്ഥലമാണോ വില്ലേജ് ഓഫീസ്? ഇവിടെ വരുന്നതിനും തിരികെ പോകാനും ഒക്കെ കൃത്യമായ സമയമുണ്ട്. സ്വയം പ്രഭയോട് എന്നെ കണ്ടിട്ട് ഒപ്പിട്ടാ മതി എന്ന് പറയണം. ശരി സർ. വരൂ.
സാർ, ശിശുപാലന് ലോനപ്പൻ ഇതിനു മുമ്പ് പൈസ തന്നിട്ടുണ്ടോ? ഉണ്ട് സാർ. ഇടയ്ക്ക് അത്യാവശ്യം വരുമ്പോ ഞാൻ എന്നും ലോനപ്പനോടാ കാശ് വയ്ക്കുന്നത്. പിന്നെന്താ ഇത്തവണ ലോനപ്പന് കാശ് തരായിരുന്നത്? അത് കഴിഞ്ഞ തവണ കാശ് തന്നിട്ട് പറഞ്ഞ സമയത്ത് കൊടുക്കാൻ പറ്റിയില്ല. വേറെ ഒന്നും കൊണ്ടല്ല സാർ, അമ്മ ആശുപത്രിയിലായിരുന്നു. കാശ് കൊടുക്കാൻ വൈകിയപ്പോ ലോനപ്പന്റെ നിറം മാറി. അതുകൊണ്ട് ഇത്തവണ കാശ് തരണമെങ്കിൽ ഞാൻ ജാമ്യം നിൽക്കണമെന്ന് പറഞ്ഞു. ജാമ്യായിട്ടൊന്നും വേണ്ട സാർ. സാറ് വിളിച്ചിട്ട് ലോനപ്പ ശിശുപാലന കാശം കൊടുത്തൂടെ എന്ന് ചോദിച്ചാൽ മതി. ലോനപ്പൻ കാശ് തരും. ലോനപ്പന് സാറിന് അത്രയ്ക്ക് വിശ്വാസമാണ്. ലോനപ്പനെന്നല്ല, ഈ നാട്ടിലെല്ലാവർക്കും എന്നെ വളരെയധികം ബഹുമാനവും വിശ്വാസവുമാണ്. പക്ഷെ അത് സമ്മതിച്ചു തരാത്തവരുണ്ട്. അതാരാ സാർ? അതുകൊണ്ട് അവൾ പറയുന്നത് ഒരു വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഒരു സംഭവമേ അല്ല എന്നാണ്. പറഞ്ഞ ആരായാലും അവർക്ക് അടിയുടെ കുറവാ സാർ. ഒരു വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? പ്രത്യേകിച്ചും ഈ വില്ലേജ് ഓഫീസർ സാറായിരിക്കുമ്പോ. ശിശുപാലൻ ഇപ്പൊ ഈ പറഞ്ഞത് വേറൊരാളോടുകൂടി പറയേണ്ടി വരും. ഹലോ, ഞാനാണ്. എന്താ മോനേട്ടാ? ഒരു വില്ലേജ് ഓഫീസർക്ക് നാട്ടിലുള്ള വില എന്താണെന്ന് നിനക്കറിയില്ലായിരിക്കും. പക്ഷേ അതറിയാവുന്ന ആൾക്കാർ വേറെ ഉണ്ട്. ഞാനതിൽ ഒരാളുടെ കയ്യിൽ കൊടുക്കാം. ഭാമയാണ്, സംസാരിക്കൂ. എന്താ? ഇപ്പൊ എന്നോട് പറഞ്ഞേക്കെ തന്നെ പറഞ്ഞാ മതി. ഹലോ, ഹലോ, ഞാൻ ശിശുപാലനാ. എന്താ ശിശുപാലൻ ചേട്ടാ? എനിക്ക് കുറച്ച് പൈസയ്ക്ക് ആവശ്യം വന്നു. നമ്മുടെ ബ്ലേഡ് കമ്പനി നടത്തുന്ന ലോനപ്പനായിരുന്നു സാധാരണ സഹായിച്ചിരുന്നത്. ഇന്ന് ലോനപ്പനോട് ചോദിച്ചപ്പോൾ അവൻ പറയുക മോഹനേഷ് സാർ പറഞ്ഞാൽ തരാമെന്ന്. സാറ് നല്ല നിലയും വിലയുള്ള ആളാ. എല്ലാവർക്കും സാറിന് വലിയ സ്നേഹവും ബഹുമാനവുമാണ്. അതാണ് ലോനപ്പൻ സാറ് തന്നെ പറയണമെന്ന് പറഞ്ഞത്. ശിശുപാലൻ ചേട്ടന് ഇതൊക്കെയാണോ വില്ലേജ് ഓഫീസിൽ ജോലി? അല്ല, അത് പിന്നെ എനിക്ക് മനസ്സിലായി. ശിശുപാലൻ ചേട്ടൻ ഫോൺ വെക്ക്. എനിക്ക് ഇവിടെ വേറെ ജോലിയുണ്ട്. ശരി. ഹലോ, വെച്ചു. ഭാമ എന്തു പറഞ്ഞു? അത് അല്ല, വക്കീൽ ഇപ്പോഴാ സാറിന്റെ ഒരു വില മനസ്സിലായത്. സാർ ഇത്ര ഭയങ്കരനാണെന്ന് അറിയില്ലായിരുന്നു. അയ്യോ, അവൾക്കറിയാത്ത അങ്ങനെ എത്ര എത്ര കാര്യങ്ങൾ കിടക്കുന്നു. ശിശുപാലൻ പോയിക്കോളൂ. അല്ല സാർ, ലോനപ്പനെ വിളിച്ചില്ല. അതുപോലെ ശിശുപാല, നമ്മുടെ നാട്ടിലെ ബ്ലേഡുകാർക്കെതിരെ സർക്കാർ ഭയങ്കര നടപടിക്രമങ്ങൾ എടുത്തുകൊണ്ടിരിക്കുക. കേട്ടിട്ടില്ലേ? ഓപ്പറേഷൻ കുബേര. ലൈസൻസ് ഇല്ലാത്തവരെയും കൊള്ളപ്പലിശ വാങ്ങുന്നവരുമായ സകല പലിശക്കാരെയും സർക്കാർ ഓടിച്ചിട്ട് പിടിക്കുക. ഈ ലോനപ്പൻ ലൈസൻസ് ഉണ്ടോ? ഇല്ല സാർ, അവന് വീട്ടിലുള്ള ബിസിനസ്സേ ഉള്ളൂ. അപ്പോ ലോനപ്പനെ പോലുള്ള ബ്ലേഡുകാർക്കെതിരെ സർക്കാർ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ ഞാൻ ലോനപ്പന്റെ ആ ബിസിനസ്സിന് കൂട്ടു നിൽക്കുന്നത് ശരിയാണോ? ആണോ? അല്ല സാർ, നടക്കില്ല ശിശുപാല. ഞാൻ ലോനപ്പനെ വിളിക്കുകയോ പോയിട്ട് ലോനപ്പന്റെ മുഖത്ത് നോക്ക പോലുമില്ല. അങ്ങനെ ഞാൻ പാടില്ല. അപ്പോ ശിശുപാലൻ ചായ കുടിക്കാൻ ഇറങ്ങിയല്ലേ? വേഗം പോയി ചായ കുടിച്ചിട്ട് വാ. കുറച്ച് അധികം ജോലിയുണ്ട്. ഒരുമാതിരി ആളെ കളിയാക്കുന്ന പരിപാടിയായിപ്പോയി. ഇങ്ങേർക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ കാഞ്ചന സാറേ? എന്താ ശിശുപാലൻ ചേട്ടാ? വലിയ സ്നേഹത്തിൽ എന്നെ വിളിച്ചു വരുത്തി ലോനപ്പന്റെ വ്യവസ്ഥയെക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ കരുതി ഇപ്പൊ ലോനപ്പനെ വിളിക്കുമെന്നു. സാറ് നേരെ സാറിന്റെ വക്കീലിനെ വിളിച്ചിട്ട് ഫോൺ എൻ്റെ കയ്യിൽ തന്നു.
സാർ വലിയ പുള്ളിയാണെന്നും സാർ വിചാരിച്ചാലേ എന്റെ കാര്യങ്ങളൊക്കെ നടക്കുമെന്നൊക്കെ എന്നെ കൊണ്ട് പറയിച്ചിട്ട് ഒടുവിൽ പറയുക ജാമ്യം നിൽക്കാൻ പറ്റില്ല എന്ന്. അപ്പൊ രാവിലെ വക്കീലുമായി എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടാ വന്നതെന്ന് ചുരുക്കം. ആ തർക്കം ജയിക്കാൻ ശിശുപാലൻ ചേട്ടനെ പൊട്ടം കളിപ്പിച്ചു. മോഹനേഷ് സാർ വന്നോ? വരിക മാത്രമല്ല, സ്വയംപ്രഭ എവിടെയെന്ന് ചോദിക്കുകയും ചെയ്തു. ആളത്തിരി ചൂടില്ല. സാറിനെ കണ്ടിട്ട് ഒപ്പിട്ടാ മതിയെന്ന് പറഞ്ഞു. ഈശ്വര, കുഴപ്പാവോ? തലയ്ക്ക് സുഖമില്ലാത്തവരെയൊക്കെ പിടിച്ച് വില്ലേജ് ഓഫീസറാക്കിയ കുഴപ്പമാക്കിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. സ്വയംപ്രഭ സാർ ചെല്ല്. നമ്മൾ ഉപദ്രവിക്കാനായിട്ട് വന്നിരിക്കുക. സാർ, സാറിനെ കാണണോന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? കാഞ്ഞന സാറ്. ഇപ്പൊ സമയത്രയായി? 10:15. ആഫീസിലേക്ക് വരേണ്ട സമയം ഇതാണോ? അത് പിന്നെ വീട്ടിലൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു സാർ. വീട്ടിലെ അത്യാവശ്യങ്ങളെ കഴിഞ്ഞ് നാളെ വന്നാൽ മതിയായിരുന്നല്ലോ. ഇന്ന് ലീവ്. അയ്യോ സാർ, അങ്ങനെ പറയരുത്. എൻ്റെ ഒരു അമ്മാവൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. അമ്മാവൻ ഇന്നലെ വൈകിട്ട് വന്നു. വരുമെന്ന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. വന്നപ്പോ പിന്നെ അതിന്റെ തിരക്കുകളുണ്ടല്ലോ സാർ. അതുകൊണ്ട് രാവിലെ അമ്മാവൻ പോയി. പോകുന്നതിന് മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങിയ അമ്മാവൻ എന്ത് വിചാരിക്കും? അതെന്റെ പ്രശ്നമല്ല. സ്വയംപ്രഭയും സ്വയംപ്രഭയുടെ അമ്മാവനും തമ്മിലുള്ള പ്രശ്നമാണ്. അമ്മാവൻ സാറിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇവിടെ വന്നപ്പോ മുതല് ആളുകൾ അമ്മാവനോട് സാറിനെ പറ്റി പുകഴ്ത്തി പുകഴ്ത്തി പറയുന്നെന്നാ അമ്മാവൻ പറയുന്നത്. ഇന്ന് രാവിലെ അമ്മാവൻ എന്നോട് ചോദിക്കുക, സ്വയംപ്രഭേ, നിന്റെ വില്ലേജ് ഓഫീസറെ പറ്റി ആളുകൾക്ക് വലിയ മതിപ്പാണല്ലോ എന്ന്. കേട്ടതൊക്കെ സത്യമാണോ എന്ന് ചോദിച്ചപ്പോ പിന്നെ എനിക്ക് പറയാതിരിക്കാൻ പറ്റൂ? സ്വയംപ്രഭ എന്ത് പറഞ്ഞു? എന്റെ സാറേ, ഞാൻ അങ്ങ് കാര്യമായിട്ട് സംസാരിച്ചു. മോഹനേഷ് സാറ് സത്യസന്ധനാണ്. മോഹനേഷ് സാറ് കൈക്കൂലി വാങ്ങില്ല. മോഹനേഷ് സാറ് ലളിത ജീവിതം നയിക്കുന്ന ആളാണ്. മോഹനേഷ് സാറ് ഗാന്ധിയനാണ്. മോഹനേഷ് സാറ് ഉടനെ തന്നെ തഹസിൽദാറാവും, കളക്ടറാവും എന്ന് തുടങ്ങി എനിക്ക് പറയാവുന്നതൊക്കെ ഞാൻ അങ്ങ് പറഞ്ഞു. മോഹനേഷ് സാറിന്റെ നാട്ടിലുള്ള പേരും പെരുമയും ഞാൻ വിസ്തരിച്ചങ്ങ് പറഞ്ഞിട്ടുണ്ട്. സ്വയംപ്രഭ അങ്ങനെ പറഞ്ഞു നന്നായി. സത്യമാണല്ലോ. സത്യം നമുക്ക് എപ്പോഴും ആരുടെ മുഖത്തൂക്കിയും പറയാം. അതെ സാർ. അങ്ങനെ സംസാരിച്ച് വന്നപ്പോ ഒരു 15 മിനിറ്റ് ലേറ്റായി. ലേറ്റ് ആവുന്ന തെറ്റാണ്. പക്ഷേ ബാംഗ്ലൂരിന് അമ്മ വന്നോണ്ടല്ലേ അല്ലേ? സാരല്ല, മേലെ ആവർത്തിക്കരുത്. ഇല്ല സാർ. പിന്നെ സ്വയംപ്രഭ ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ ഭാമയോട് പറഞ്ഞ അവള് വിശ്വസിക്കില്ല. അശ്ശോ, എനിക്ക് നാട്ടിൽ ഒരു വിലയില്ലെന്ന് അവള് പറയുന്നത്. അസൂയ. അത് വക്കീലിന്റെ വിവരക്കേട്. ഒരു കാര്യം, സ്വയംപ്രഭയുടെ അമ്മാവൻ എന്നെ പറ്റി പറഞ്ഞതൊക്കെ സ്വയംപ്രഭ ഭാമയോടൊന്ന് പറയണം. ഞാനോ? ഹലോ, ഞാനാണ്. ഇനി എന്താണ് പ്രശ്നം? ഒന്നുമില്ല. സ്വയംപ്രഭയ്ക്ക് നിന്നോട് എന്തോ പറയാനുണ്ടെന്ന്. സ്വയംപ്രഭയ്ക്കോ? എന്ത്? ഞാൻ കൊടുക്ക. നമസ്കാരം വക്കീലേ, ഞാൻ സ്വയംപ്രഭയാ. എന്താ സ്വയംപ്രഭേ? അല്ല, ഞാൻ പറയായിരുന്നു മോഹനേഷ് സാറിനെ പോലെ സത്യസന്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ നാട്ടിലില്ല. സത്യം പറഞ്ഞ എനിക്കും എന്റെ അമ്മാവനും സാറിന് വലിയ ബഹുമാന. അത് മാത്രോ, സാറ് ഭയങ്കര സുന്ദരനല്ലേ? ആ അലക്കി തേച്ചിട്ട ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ട് സാറ് നടന്നു വരുമ്പോ ഞാൻ നോക്കി നിൽക്കും. ഇങ്ങനെ ഒരാളായിരുന്നു എന്നും എന്റെ മനസ്സിൽ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ഉറപ്പായി ഞാൻ മോഹനേഷ് സാറിനോട് എന്നെ കല്യാണം കഴിക്കാമോ എന്ന് ചോദിച്ചേനെ. സാരമില്ല, രാവിലെ മുതൽ വൈകിട്ട് വരെ സാറിന്റെ കൺമുന്നിലുണ്ടല്ലോ. സാറിനും എന്നെ വലിയ കാര്യമാ. എപ്പോഴും സ്വയംപ്രഭയെ സ്വയംപ്രഭയെ എന്ന് വിളിച്ച് എന്റെ പിന്നാലെ വരും.
ഇപ്പൊ ഞാൻ സാറിന്റെ ഓഫീസ് മുറിക്കാതെന്നാ വിളിക്കുന്നത്. ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. വക്കീലിന് സാറിനോട് ഭയങ്കര അസൂയാണെന്ന് സാറ് പറഞ്ഞു. എന്തിനാ വക്കീൽ ഇങ്ങനെ അസൂയപ്പെടുന്നത്? ഹലോ ഹലോ, കട്ട് ചെയ്തു. ഇങ്ങടാ, ഇങ്ങനെ പറയാനാണോ പറഞ്ഞത്? സാറിനെ പുറത്ത് പറയണമെന്നല്ലേ പറഞ്ഞത്? ഇതാണോ പോകത്തില്? സാർ ഹലോ, എനിക്കൊന്നും കേൾക്കണ്ട. ഇതാണല്ലേ ഇപ്പൊ വില്ലേജ് ഓഫീസ് പരിപാടി? അല്ല, ഇനി എന്നെ അന്വേഷിച്ച് വരിക വേണ്ട. മോഹനേട്ടൻ വൈകുന്നേരം വരുന്നതിന് മുന്നേ ഞാൻ സ്ഥലം വിട്ടിരിക്കും. പോയിക്കോ. ഇതെന്തിനാ ഇപ്പൊ അടച്ചു വെച്ചത്? ഈശ്വരാ, ഇവിടെ വെറുതെ പറഞ്ഞല്ല. ബാമേ, മോഹനേട്ടൻ ഈ നേരത്ത് മണി 11 ആയുള്ളൂ. നീ ഈ സ്വയംപ്രഭ പറഞ്ഞത് വിശ്വസിക്കരുത്. അവള് വെറുതെ പറഞ്ഞതാ. അതെങ്ങനെ വെറുതെ പറയും മോഹനേട്ടാ? മോഹനേട്ടനല്ലേ ഫോൺ സ്വയംപ്രഭയുടെ കയ്യിലേക്ക് കൊടുത്തത്? പക്ഷെ ആ വായി നോക്കി അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ സ്വപ്നത്തെ പോലെ കരുതിയില്ല. നീ എന്നെ വിശ്വസിക്കണം. അവള് പറഞ്ഞൊക്കെ നുണയാ. മോഹനേട്ടൻ സത്യസന്ധനാണെന്ന് പറഞ്ഞ നുണയാണോ? അത് നുണയല്ല. മോഹനേട്ടൻ സുന്ദരനാണെന്ന് പറഞ്ഞത് നുണയാണോ? സുന്ദരനായിരിക്കും. മോഹനേട്ടൻ ആഫീസിൽ വരുമ്പോ അവൾ നോക്കിയിരിക്കും എന്ന് പറഞ്ഞത് നുണയാണോ? എനിക്കറിയില്ല. അവൾ എന്നെ തന്നെ നോക്കിയിരുന്നത് ഞാനെന്ത് വിളിച്ചു? നമ്മുടെ കല്യാണം നടന്നില്ലായിരുന്നെങ്കിൽ അവൾ മോഹനേട്ടനെ കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിക്കുമായിരുന്നു എന്ന് പറഞ്ഞത് നുണയാണോ? അവൾ അങ്ങനെ ചോദിച്ചാൽ എന്നെ പട്ടി സമ്മതിക്കും. ചുരുക്കത്തിൽ സ്വയംപ്രഭ പറഞ്ഞൊന്നും അപ്പൊ നുണയല്ല. നുണയല്ലായിരിക്കും, എന്ന് സത്യമല്ല. അതെന്ത് വർത്താനം മോഹനേട്ടാ? എന്തായാലും മോഹനേട്ടനായിട്ട് അവളെ കൊണ്ട് അത്രയും പറയിച്ചല്ലോ, എനിക്ക് തൃപ്തിയായി. മാമേ, എന്നെ ഈ സമൂഹത്തിൽ ആർക്കും അത്ര വിലയില്ല നീ എന്നോട് പറഞ്ഞില്ലേ? അത് തെറ്റാണ് സ്ഥാപിക്കാനാ ഞാൻ രാവിലെ ഗോവിന്ദനെ കൊണ്ടും ശിശുപാലിനെ കൊണ്ടൊക്കെ ഫോൺ ചെയ്യിപ്പിച്ചത്. കൃത്യം ആ നേരത്ത് സ്വയംപ്രഭ പറഞ്ഞു അവളുടെ അമ്മാവനും എന്നെ വലിയ ബഹുമാനമാണെന്ന്. അത് നിന്നോടൊന്ന് പറയാൻ ഞാൻ പറഞ്ഞു. അതിനവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കരുതിയോ? എന്നോട് ക്ഷമിക്കണം. ഈ പ്രശ്നത്തിന് വരെ നീ പോകരുത്. നീ പോയാൽ ഞാൻ സമ്മതിക്കില്ല. നീ പോകരുത്. കോടതി? അപ്പൊ നീ ഞാൻ വരുന്നതിന് മുമ്പ് സ്ഥലം വിടുന്നു പറഞ്ഞത്? ഈ സ്ഥലം വിട്ടല്ലേ കോടതിയിലെത്താൻ പറ്റുള്ളൂ. അപ്പൊ ഈ ബാഗ് എന്നെ ഡ്രസ്സൊക്കെ എടുത്ത് അടുക്കി വെക്കുന്നു. ഈ അലമാരിക്കാൻ നിറച്ച് ബാറ്റ്. എന്റെ ഒരു സാരി പാറ്റ് കറണ്ടു. ഇനി ഇതല്ല ഈ ബാഗിലിരിക്കട്ടെ. അപ്പൊ നീ വീട്ടിൽ ഇറങ്ങിയല്ലേ? വീട്ടിലാ? എന്തിനാ? അല്ല, സ്വയംപ്രഭ അങ്ങനെ പറഞ്ഞുകൊണ്ട്. സ്വയംപ്രഭ എങ്ങനെ പറഞ്ഞതുകൊണ്ട്? എന്റെ മോഹനേട്ടാ, സ്വയംപ്രഭ എന്നല്ല അവളെക്കാട്ടിലും വലിയ ആള് പറഞ്ഞാലും ഞാൻ എന്റെ മോഹനേട്ടനെ സംശയിക്കൂ? പിന്നെ നാട്ടുകാരെ കൊണ്ട് മുഴുവനും ഫോൺ ചെയ്തപ്പോ എനിക്ക് ദേഷ്യം വന്നില്ലേ? അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞേ. മോഹനേട്ടാ, ഞങ്ങൾ വക്കീലന്മാര് പറയുന്നൊരു കാര്യമുണ്ട്. കോടതിയിൽ നമ്മൾ ഹാജരാക്കുന്ന കക്ഷി കോടതി മുൻപാകെ എന്തു പറയും എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാവണമെന്ന്. ഇല്ലെങ്കിൽ കേസ് തോക്കും. മോഹനേട്ടൻ ഇന്ന് ഹാജരാക്കിയ സാക്ഷി എന്തു പറയുമെന്ന് മോഹനേട്ടന് ഒരു നിശ്ചയമില്ലായിരുന്നു. സാക്ഷിക്ക് തോന്നുന്ന പോലെ അങ്ങ് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ തോറ്റു. ഇനി ഇങ്ങനെ നിന്നാ മതിയോ? ആഫീസിൽ പോകണ്ടേ?
വില്ലേജ് ഓഫീസറെ കണ്ട് കൃത്യനിഷ്ഠ പഠിക്കുന്ന നാട്ടുകാരിനി വഴുതിട്ട് പോയല്ലോ. വെളുക്കാൻ തേച്ചത് പാണ്ടാവുക എന്ന് കേട്ടിട്ടേയുള്ളൂ. മോഹനകൃഷ്ണൻ ജീവിതത്തിൽ അതിപ്പോൾ അനുഭവിക്കുകയായിരുന്നു. വഴിയിൽ കണ്ടവരെ കൊണ്ടൊക്കെ തന്റെ മഹത്വം ഭാര്യയുടെ മുമ്പിൽ വിളമ്പിക്കാൻ ഇറങ്ങുമ്പോൾ സ്വയംപ്രഭ ഇങ്ങനെ ഒരു അപകടമുണ്ടാക്കുമെന്ന് പാവം മോഹനകൃഷ്ണൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഭാര്യ സത്യഭാമ ആയതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.